നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കൊടിയത്തൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലയിലെ ടൗണുകളുടെ വികസനത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കരിമ്പൻ ചപ്പാത്ത് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസ് കരിമണ്ണൂരിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളി PJ ജോസഫ് MLAക്ക് നിവേദനം നൽകി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കാരിക്കോട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കൊടിയത്തൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഡിജിറ്റൽ റവന്യൂ കാർഡ് സംവിധാനം നവംബറിൽ നടപ്പാക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഡിജിറ്റൽ റവന്യൂ കാർഡ് സംവിധാനം നവംബറിൽ നടപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കൊടിയത്തൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പിന്റെ പൂമുഖ പടിവാതിലുകളാണ് വില്ലേജ് ഓഫീസുകൾ. വില്ലേജ് ഓഫീസുകൾ ശാക്തീകരിക്കപ്പെടുന്നതോടെ റവന്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രത്യാശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി 37 വില്ലേജുകളെ സ്മാർട്ട് വില്ലേജുകളാക്കി മാറ്റുന്നതിൻ്റെ ഔപചാരികമായിട്ടുള്ള ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെ കേരളത്തിൻ്റെ റവന്യൂ രംഗത്ത് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 4 വർഷത്തിലേറെ കാലമായി ഈ ഗവൺമെന്റും അതിനു മുമ്പത്തെ 5 വർഷക്കാലം ഭരിച്ചിരുന്ന ഗവൺമെന്റും എല്ലാം നടത്തിയിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഭൂമിയുടേത് എന്ന് നാം തിരിച്ചറിയുന്നത്. കേരളം രൂപീകരിക്കുന്നതിന് മുമ്പുള്ളൊരു കാലം നമുക്കറിയാം. മരിച്ചാൽ കുഴിച്ചിടാൻ പോലും 6 അടി മണ്ണ് സ്വന്തമല്ലാത്ത, താൻ ജീവിക്കുന്ന ഭൂമി സ്വന്തമാണെന്ന് അവകാശപ്പെടാൻ കഴിയുകയോ അവിടെ ഒരു മാടം കെട്ടാൻ മലയാളിക്ക് അവകാശം ഉണ്ടാവുകയോ ചെയ്യാതിരുന്ന കേരളത്തിന്റെ ഒരു ഇരുണ്ട ഭൂതകാലം നമ്മുടെ മുന്നിൽ ഭീതിയോട് നിൽക്കുന്നത്. സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിയാണ് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ഓഫീസുകളാക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. താഴെത്തട്ടിലുള്ള ഒരു ഓഫീസിൽ നിന്നും ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അതിനായാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പട്ടയ വിതരണം ത്വരിതപ്പെടുത്തുകയും ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. കേരളത്തിലെ റവന്യൂ ഓഫീസുകളിൽ ശ്രദ്ധേയമാകുന്ന ഓഫീസാണ് വില്ലേജ് ഓഫീസ്. ഇവിടെയാണ് എല്ലാ രേഖകളും, എല്ലാ വിഷയങ്ങളും ഒറിജിൻ ചെയ്യപ്പെടുന്നത്. ചീഫ് സെക്രട്ടറി കണ്ടാലും മുഖ്യമന്ത്രി കണ്ടാലും ഈ രേഖകളുടെ തുടക്കം വില്ലേജിൽ നിന്നാണ്. ഒരു ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് അത് നല്ലതായി, മനോഹരമായി, ഏവർക്കും നല്ല സേവനം കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഉയർത്തിയെടുക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറ്റപ്പെടുന്നത്. നമ്മുടെ നിയമസഭാ മണ്ഡലത്തിലെ ശേഷിച്ച 1-2 വില്ലേജ് ഓഫീസുകൾ കൂടി മാത്രമാണ് ഇനി സ്മാർട്ട് വില്ലേജായി മാറേണ്ടതായിട്ടുള്ളൂ. ബാക്കി എല്ലാ വില്ലേജ് ഓഫീസുകളും ഇതിനോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ രാജൻ റവന്യൂ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ
കേരളത്തിലെ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. താഴെ തരത്തിലുള്ള ഓഫീസുകൾ ഉണ്ടാകുക, അവിടെ വരുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുക, മാത്രമല്ല കളക്ടറേറ്റിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ച് കുറവാണ്. കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KN ഷിയാസ്, ഡെപ്യൂട്ടി കളക്ടർ KM ജോസുകുട്ടി, തൊടുപുഴ തഹസിൽദാർ രാജീവ് യു, കുടയത്തൂർ വില്ലേജ് ഓഫീസർ മജേഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുടയത്തൂർ. കരിമണ്ണൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ശിലാഫലക അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. യോഗത്തിൽ ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി IAS സ്വാഗതം ആശംസിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കരിമണ്ണൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നടത്തി. റവന്യൂ മന്ത്രി K രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. വില്ലേജ് ഓഫീസുകളെ ജനാധിപത്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ജനപ്രതിനിധികളെയും എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെയും ഉൾപ്പെടുത്തി വില്ലേജ് തല ജനകീയ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസുകൾക്ക് ഇതിനകം സ്മാർട്ട് ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 2016 മുമ്പ് എത്രയോ കാലം മരിച്ചാൽ കുഴിച്ചിടാൻ ഒരിത്തിരി ഭൂമി വേണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന 4 ലക്ഷത്തിലധികം മനുഷ്യർ ഭൂമിയുടെ അവകാശികളായി മാറുന്നു എന്ന അത്ഭുതകരമായ മാറ്റത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. കേരളത്തിൽ എത്രയോ വർഷമായി മുടങ്ങിക്കിടക്കുന്ന ഡിജിറ്റൽ റീസർവേ അതിവേഗതയിൽ കൊണ്ടുവരാൻ കേരളത്തിൽ എല്ലാവരുടെയും ഭൂമിക്ക് കൃത്യമായി രേഖ ഉണ്ടാക്കി കൊടുത്ത് ഭൂമിയുടെ വിതരണ പ്രവർത്തനങ്ങളിൽ ഒരു വിധത്തിലുള്ള അഴിമതിയും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഇടപെടലുകളും നടക്കാതിരിക്കാൻ വളരെ ബോധപൂർവം ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ റീസർവേക്ക് ആവുന്നുണ്ട് എന്ന് നാം കാണുകയാണ്. എല്ലാവർക്കും രേഖ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ 1660 വില്ലേജുകളിൽ ഡിജിറ്റലായി അളന്ന വില്ലേജുകൾ ഒഴികെ 1550 വില്ലേജുകളിലും കുറഞ്ഞ കാലം കൊണ്ട് പൂർത്തിയാക്കപ്പെടുന്ന ഐതിഹാസികമായ ഒരു ശ്രമം കാണാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല ലോകത്തിലെ സ്മാർട്ട് ലാൻഡ് ഗവേണൻസുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന എല്ലാവരും എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വരുന്ന ജൂൺ 25 മുതൽ 28 വരെ കേരളത്തിൽ ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നാഷണൽ കോൺക്ലേവിലേക്ക് കരിമണ്ണൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ശിലാഫലകം അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. സർവീസ് എല്ലാം സ്മാർട്ടാക്കുക ഈ ലക്ഷ്യത്തോടുകൂടി വില്ലേജ് ഓഫീസുകളെല്ലാം സ്മാർട്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഞാൻ കളക്ടറുടെ അഭ്യർത്ഥന അനുസരിച്ച് ഈ നിയോജകമണ്ഡലത്തിലുള്ള 17 വില്ലേജ് ഓഫീസുകൾക്കും ലാപ്ടോപ്പും പ്രിൻ്ററും MLA ആസ്തി ഫണ്ടിൽ നൽകുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പുത്തൻ സാങ്കേതികവിദ്യ അനുസരിച്ച് വളരെ സ്മാർട്ടായി വില്ലേജ് ഓഫീസുകളിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ സർവീസുകളും ലഭ്യമാകുന്നുണ്ട്. യോഗത്തിൽ ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജീസ് ആയത്തുപാടം, തൊടുപുഴ ഡെപ്യൂട്ടി തഹസിൽദാർ ശരത് ചന്ദ്രൻ ബോസ്, രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ഇടുക്കി ജില്ലയിലെ ടൗണുകളുടെ വികസനത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കരിമ്പൻ ചപ്പാത്ത് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിമ്പൻ ടൗണും തടിയമ്പാട് ടൗണും സൗന്ദര്യവൽക്കരിക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CB വർഗീസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ജില്ലയിലെ ടൗണുകളുടെ വികസനത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കരിമ്പൻ ചപ്പാത്ത് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കരിമ്പൻ ടൗണിന്റെ പുരോഗതിക്ക് പ്രാധാന്യം നൽകുന്ന റോഡാണിത്. ജില്ലാ ആസ്ഥാനത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇറിഗേഷൻ മ്യൂസിയം, ഇക്കോ ലോഡ്ജ്, സാംസ്കാരിക തിയേറ്റർ തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ചെറുതോണിയും ഇടുക്കിയും ബന്ധിച്ച് ഒരു ടൗൺഷിപ്പായി മാറും. ജില്ലാ ആസ്ഥാനത്തോടനുബന്ധിച്ച് എയർ സ്ട്രിപ്പ് ആരംഭിക്കുന്നതിന്റെ പഠനം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കരിമ്പൻ ടൗണും തടിയമ്പാട് ടൗണും സൗന്ദര്യവൽക്കരിക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. ഇതിൻ്റെ സൈഡ് കാണുന്നതെല്ലാം മാറ്റി ഇൻ്റർലോക്ക് ചെയ്ത് വ്യാപാരി വ്യവസായ സംഭവം കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ PWD ആയിട്ട് ആലോചിച്ച് നമുക്കൊരു കാരിയർ പിടിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളൊക്കെ പരസ്യങ്ങൾ നൽകിയാൽ മതി. ഒരു കൂട്ടായ സംരംഭം ഉണ്ടെങ്കിൽ
ഈ ടൗണിൻ്റെ ഈ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ഒരു നിശ്ചിത ദൂരം ടൗണിനകത്ത് സെമിനാരി വരെ എത്തി നിൽക്കുന്ന ഭാഗം, ഇവിടെ അങ്ങോട്ട് കഴിയുന്ന ഭാഗം, തുടങ്ങുന്ന ഭാഗം വരെയുള്ള ടൗൺ, അതിൻ്റെ ഈ റോഡ് വിട്ട് നിൽക്കുന്ന ഭാഗം എല്ലാം മെച്ചമാക്കി ഇൻ്റർലോക്ക് ചെയ്ത് നല്ല സൗകര്യപ്രദമാക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ ടൗൺ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി അനുവദിക്കുകയാണെന്നുള്ള വിവരം ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുക. ടൗൺ ഇപ്പോഴും നല്ല മെച്ചമായി നിൽക്കത്തക്ക രീതിയിലുള്ള കാഴ്ചപ്പാട് നടത്താൻ നമുക്ക് സാധിക്കും. കരിമ്പൻ ടൗണിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ രീതിയിലും വികസനം എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നും ജോർജ് പോൾ പറഞ്ഞു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷവും മന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപയും അനുവദിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് മുഖ്യാതിഥിയായി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CG ചാക്കോ, അംഗങ്ങളായ നിമ്മി ജയൻ, വിൻസെന്റ് BM, വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങളായ ഓമന ശ്രീധരൻ, ജേക്കബ് പിണക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ഗാന്ധി സ്ക്വയർ ഇരുട്ടിൽ മൂടിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും തകരാറിലായ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കാൻ നടപടിയായില്ല. രാത്രി 8 മണിക്ക് ശേഷം സമീപത്തെ കടകൾ അടയ്ക്കുന്നതോടുകൂടി ഇവിടം പൂർണ്ണമായി ഇരുട്ടിലാകും. വെളിച്ചം കുറവ് മൂലം ജംഗ്ഷന് നടുവിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമയിലെ സംരക്ഷണ വേലിയിൽ വാഹനങ്ങൾ ഇടിച്ച് അപകടങ്ങൾ പതിവാണ്. കൂടാതെ ഇരുട്ടിന്റെ മറവിൽ പല സാമൂഹ്യ വിരുദ്ധരും തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. തൊടുപുഴ ഗാന്ധി സ്ക്വയർ ഇരുട്ടിൽ മൂടിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും തകരാറിലായ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുവാൻ നടപടിയായിട്ടില്ല. രാത്രി 8 മണിക്ക് ശേഷം സമീപത്തെ കടകൾ അടയ്ക്കുന്നതോടുകൂടി ഇവിടെ പൂർണ്ണമായും ഇരുട്ടിലാകും. പാല, മൂവാറ്റുപുഴ, ഇടുക്കി റോഡുകൾ സംഗമിക്കുന്ന ഇവിടെ വെളിച്ചക്കുറവ് മൂലം ജംഗ്ഷന് നടുവിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി സ്റ്റാച്ചുവിന്റെ സംരക്ഷണ വേലികൾ വാഹനങ്ങൾ ഇടിച്ച് അപകടങ്ങൾ പതിവാണ്. ഏതാനും ആഴ്ച മുൻപ് ഈ സംരക്ഷണ വേലിയിൽ ഇടിച്ച വാഹനം നിയന്ത്രണം വിട്ട് സമീപത്തെ തട്ടുകടക്കരികിലേക്ക് പാഞ്ഞു കയറിയിരുന്നു. അന്ന് തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. കൂടാതെ ഇരുട്ടിന്റെ മറവിൽ പല സാമൂഹിക വിരുദ്ധരും തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. വിഷയത്തിൽ മുനിസിപ്പാലിറ്റിയും KSEBയും തമ്മിൽ പരസ്പരം പഴിചാരുകയാണെന്നും ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിൽ തൊടുപുഴയുടെ മുഖമായ ഗാന്ധി സ്ക്വയർ പൂർവാധികം ഭംഗിയോടെ സംരക്ഷിക്കണമെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും വേൾഡ് മ്യൂസിക് ഡേ ആഘോഷവും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 10-12 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് MP ട്രോഫികളും കൈമാറി. സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ എലൈസ് CMC അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും വേൾഡ് മ്യൂസിക് ഡേ ആഘോഷവും നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP വിശിഷ്ടാതിഥിയായി പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹയർ സെക്കൻഡറി തലങ്ങളിൽ ഉൾപ്പെടെ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഭാവിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് നയിക്കുവാൻ പ്രാപ്തിയുള്ള പുതുതലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ. ചടങ്ങിൽ 10-12 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ട്രോഫികളും നൽകി. ലക്ഷ്മി വിനോദ്, സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ എലൈസ് CMC അധ്യക്ഷത വഹിച്ചു. ഇന്റർനാഷണൽ യോഗാ ദിനത്തിന്റെ ഭാഗമായി കുട്ടികളും അധ്യാപകരും പങ്കെടുത്ത മാസ് യോഗ, സൂര്യ നമസ്കാരം തുടങ്ങിയ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള മയൂരാസനം, ഗോമുഖാസനം, പർവ്വതാസനം, ഖഗന്താസനം തുടങ്ങിയ ആസനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള യോഗ ഡാൻസ്, വിവിധ ജിംനാസ്റ്റിക് പോസ്റ്ററുകൾ തുടങ്ങിയവ കുട്ടികൾ അനായാസന വേദിയിൽ അവതരിപ്പിച്ചു. ശതശതയോജന ശരധിനിയോജന ശരപരിലംഘന അതോടൊപ്പം തന്നെ കായിക അധ്യാപകരായ സുബിൻ, സാന്റോ സാജു, അജിഷ്മ PK തുടങ്ങിയവരുടെ മികച്ച അഭ്യാസ പ്രകടനങ്ങളും ഇന്റർനാഷണൽ യോഗ ഡേ ആഘോഷങ്ങൾക്ക് മിഴിവ് പകർന്നു. തുടർന്ന് മ്യൂസിക് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി മ്യൂസിക് ക്ലബ് അംഗങ്ങളുടെ മാസ്മരികമായ സംഗീത പ്രകടനവും നടന്നു. വേദിയിൽ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്ബത്ത് CMC, അക്കാദമി കോർഡിനേറ്റർ മഞ്ജു ജോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
നീലവേനലിൽ രാജകോകിലേ അലയൂ നീ അലയൂ ഒരു മാമ്പൂ തിരയൂ വസന്തകാലജാലകം മനസ്സിലിനി തുറക്കൂ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസ് കരിമണ്ണൂരിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളി PJ ജോസഫ് MLAക്ക് നിവേദനം നൽകി. ഇടുക്കി ജില്ലയിലെ കാരിക്കോട് രജിസ്ട്രാർ ഓഫീസ് കരിമണ്ണൂർ പഞ്ചായത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നു. ഇപ്പോൾ കാരിക്കോട് പ്രവർത്തിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് അവിടെ നിന്നും മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി അറിയുന്നു. കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിന് ഏറ്റവും അനുയോജ്യവും സൗകര്യപ്രദവുമായ സ്ഥലം കരിമണ്ണൂർ പഞ്ചായത്താണ്. കരിമണ്ണൂരിൽ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി ലഭ്യമാണ്. അതോടൊപ്പം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് വരെ സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് കരിമണ്ണൂർ ടൗണിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കെട്ടിടം വിട്ടു നൽകാമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് രേഖാമൂലം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട്. നിരവധി നാളുകളായി കരിമണ്ണൂരിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകളുടെ ആവശ്യമാണിത്. ഈ ആവശ്യം ഉന്നയിച്ചുള്ള നിവേദനം കേരള കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളിൽ PJ ജോസഫ് MLAക്ക് നൽകി. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. ജെയിംസ് നന്ദിലത്ത്, ജോൺസ് ജോർജ്, ബൈജു വറവങ്കൽ, ജീസ് ആയത്തപാടം, KV തോമസ്, ജോസ് മാത്യു, ടോജോ പോൾ, ടെസി വിൽസൺ, ഷേർലി സെബാസ്റ്റ്യൻ, ജോൺ ആകാന്തിരി, ജോസ്മി സോജൻ, വിൽസൺ പള്ളിക്കുന്നേൽ, ജിൻസ് ജോൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ദ്വിദിന ക്യാമ്പ് സ്വാദ് എന്ന പേരിൽ 24-25 തീയതികളിൽ മറയൂർ ചന്ദന റോയൽ റിസോർട്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. A. രാജ MLA യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി IAS ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ചൊവ്വ ബുധൻ തീയതികളിലായി മറയൂര് ചന്ദന റെസിഡൻസിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ക്യാമ്പില് വിശിഷ്ട വ്യക്തികളായി എത്തുന്നത് നമ്മുടെ MLA A. രാജ അവர்கள், നമ്മുടെ ജില്ലാ കളക്ടർ, ഒപ്പം തന്നെ KHRAയുടെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ട്രഷറർ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാര്, സംസ്ഥാന സെക്രട്ടറിമാര്, വൈസ് പ്രസിഡന്റുമാര് എല്ലാവരും ഈ ക്യാമ്പിൽ എത്തിച്ചേരുന്നു. ഇത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും DMO അടക്കം, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് DMO അടക്കം ഉണ്ടാകുന്നത്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ DGPC സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നു. ഇത് നമ്മൾ ഒരു പുതിയൊരു ആശയം കൂടി ഈ ക്യാമ്പ് വഴി നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ടൂറിസത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം എന്നുള്ളത് ഇടുക്കി ജില്ലയിലെ ടൂറിസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടി കളക്ടറുടെ ഒരു പുത്തനാശയമായ ഹെൽത്തി പ്ലേറ്റ് എന്ന ഒരു കൺസെപ്റ്റ് കൂടി യാഥാർത്ഥ്യമാക്കാൻ ഈ ക്യാമ്പിനെ പ്രയോജനപ്പെടുത്തിയത്. ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ നമുക്ക് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആളുകൾക്ക് സപ്ലൈ ചെയ്യുക, അതിനോടൊപ്പം തന്നെ സൈഡ് ഡിഷായിട്ട് ഡൈജഷൻ സഹായിക്കുന്ന സപ്ലിമെന്റ് കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ബിരിയാണി തന്നെ വാങ്ങിക്കുമ്പോൾ ആ ബിരിയാണിയുടെ ഒരു പോർഷൻ നമുക്ക് ഒരു സൈഡ് ഡിഷായിട്ട് കൂടി കൊടുക്കുവാൻ ഒരു 300 മുതൽ ഒരു 600 കിലോ കലോറി നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ഫുഡ് കോമ്പിനേഷൻ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. അതുവഴി സർട്ടിഫിക്കേഷൻ DGPCയുടെ നൽകുന്നതിന് വേണ്ടി അതിനുള്ള ശ്രമം ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. കൂടാതെ നമ്മൾ ഏറ്റവും നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടി വിവിധ സ്ക്വാഡുകൾ രൂപീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവിടെ പരിശോധനകൾ നടത്തുന്നതിനും അതുവഴി ഏറ്റവും നല്ലൊരു സംസ്കാരം, ഫുഡ് സംസ്കാരം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശ്രമം കൂടി ക്യാമ്പിന്റെ ഭാഗമായി കാര്യങ്ങളുടെ ബോധവൽക്കരണം കൂടി ക്യാമ്പിൽ നടക്കുന്നുണ്ട്. കൂടാതെ നമുക്കറിയാം ഇന്ന് ഹോട്ടൽ മേഖല വലിയ കടുത്ത പ്രതിസന്ധിയിൽ കൂടിയാണ് നടക്കുന്നത്. തൊടുപുഴ മുതലിയാർമട റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. മഴ പെയ്യുന്നതോടെ റോഡിൽ വെള്ളം ഉയരുന്ന സാഹചര്യമാണ്. വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും കടന്നു പോകാനാവാത്ത സാഹചര്യമാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നഗരസഭയിൽ നിന്നും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി.
പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചു വരുന്നതായി മുനിസിപ്പൽ കൗൺസിലർ സി ജിതേഷ് പറഞ്ഞു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കാരിക്കോട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്മൽ ഖാൻ അസീസ് അധ്യക്ഷത വഹിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കാരിക്കോട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടികളുടെ ഉദ്ഘാടനം ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ നിർവഹിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്മൽ ഖാൻ അസീസിന്റെ അധ്യക്ഷതയിൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി RS സ്വാഗത പ്രസംഗം നടത്തി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി ബിജു യോഗാ ദിന സന്ദേശം നൽകി. തുടർന്ന് കാരിക്കോട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അഞ്ജുമോൾ TR ജീവിതശൈലി രോഗങ്ങളും യോഗയുടെ പ്രാധാന്യവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. യോഗാ ദിനാചരണത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷീജ നൌഷാദ്, വാർഡ് മെമ്പർമാരായ ശ്രീമതി സുജാത ശിവൻ നായർ, ശ്രീമതി ബിന്ദു ശ്രീകാന്ത്, ശ്രീ ലത്തീഫ് മുഹമ്മദ്, ശ്രീമതി സൂസി റോയ്, ശ്രീ ബേബി തോമസ്, സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ശ്രീ ബൈജു VT എന്നിവർ സംസാരിച്ചു. തെക്കുംഭാഗം യോഗ ടീമിന്റെ യോഗ ഡാൻസോടുകൂടി പരിപാടികൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മാത്യു മത്തായി തെക്കേമല മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. പാണ്ടിപ്പാറ ആപ്കോസ് ഏർപ്പെടുത്തിയ പ്രഥമ വിദ്യാഭ്യാസ അവാർഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സത്യൻ നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് സോണി ചൊള്ളാമഠം അധ്യക്ഷത വഹിച്ചു. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജോർജ് കരിന്തൽ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും പാണ്ടിപ്പാറ സ്ഥാപക പ്രസിഡന്റ്, മലയനാട് ഇടുക്കി കാർഷിക പ്രസിഡന്റ്, ഹൈറേഞ്ചിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവുമായിരുന്നു മാത്യു മത്തായി തെക്കേമല. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി പാണ്ടിപ്പാറ ആപ്കോസ് ഏർപ്പെടുത്തിയ പ്രഥമ വിദ്യാഭ്യാസ അവാർഡിന്റെ ഉദ്ഘാടനമാണ് പാണ്ടിപ്പാറയിൽ സംഘടിപ്പിച്ചത്. MG യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളെയും +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും യോഗത്തിൽ മൊമന്റോയും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സത്യൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം വിദ്യാഭ്യാസ അവാർഡുകൾ ഏർപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട പാപ്പൻചേട്ടൻ്റെ പേരിലാണ് എന്നുള്ളത്. അതിന് ഈ അപ്കോസിനോട് അതിൻ്റെ ബോർഡിനോട് ഞാൻ ആദ്യം നന്ദി അറിയിക്കാം. കാരണം ജനപ്രതിനിധികൾ, ഞാനാണെങ്കിലും നവംബറാണെങ്കിലും ഷൈജംബറാണെങ്കിലും ഒക്കെ ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ കൈകാര്യം ചെയ്യുകയും ഇടപെടുകയും നിർവഹിക്കുകയും ഒക്കെ ചെയ്തു പോകുന്നു. പക്ഷെ പാപ്പൻചേട്ടനെ പോലെ ഈ പിള്ളേർക്കൊക്കെ പാപ്പൻചേട്ടൻ എന്ന് പറഞ്ഞാൽ അറിയാവുന്ന എനിക്കറിയത്തില്ല. ഒരു മാത്യു മത്തായി തെക്കേമല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആ പേര് പോലും യഥാർത്ഥത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴൊന്നും ഈ പാണ്ടിപ്പാറക്കാർക്ക് ഞങ്ങൾക്ക് ഉൾപ്പെടെ പലർക്കും പാപ്പൻചേട്ടൻ എന്നുള്ള പേരിൽ മാത്രമാണ് വിളിക്കുകയും അറിയപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സംഘം പ്രസിഡന്റ് സോണി ചെള്ളാമഠം അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ പാണ്ടിപ്പാറ സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജോർജ് കരിന്തേൽ വിശിഷ്ടാതിഥികളെ ആദരിച്ചു.
ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈനി മാവേലിൽ, സെന്റ് ജോസഫ് UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആൻസി തോമസ്, കേരള ഫീഡ്സ് ഏരിയ മാനേജർ S വസന്ത, DEO ജാൻസി ജോൺ, DFI നിഷാമോൾ രവി, JHA സച്ചിൻ, ബിനോയ് കണ്ണാട്ടുകുന്നേൽ, മിനി ആനക്കല്ലിങ്കൽ, അമ്പിളി മനോജ്, ലിസമ സന്തോഷ്, സുനിത ബിജു, ഡിനു KS തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ബോർഡ് മെമ്പർ ചാക്കോച്ചൻ പുളിക്കയിൽ സ്വാഗതവും സെക്രട്ടറി മിനി സിബി കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് സെമിനാറും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കഴിഞ്ഞ ഒക്ടോബർ 15-ന് നാടിന് സമർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച നെടുങ്കണ്ടത്തെ ഗ്യാസ് ക്രിമിറ്റോറിയം 9 മാസം പിന്നിട്ടിട്ടും നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല. കേരളത്തിലെ ഏറ്റവും ഫലപ്രദമായ ചോറ്റാനിക്കര മോഡൽ ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിക്കാനാണ് തുടക്കം കുറിച്ചത്. എന്നാൽ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങുകയായിരുന്നു. ഇത് തുറന്നു കൊടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബർ 15-ന് നാടിന് സമർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച നെടുങ്കണ്ടത്തെ ഗ്യാസ് ക്രിമിറ്റോറിയം 9 മാസം പിന്നിട്ടിട്ടും നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല. 2022 ഏപ്രിൽ 27-ന് കൊട്ടിഘോഷിച്ച് നിർമ്മാണോദ്ഘാടനം നടത്തിയ ഗ്യാസ് ശ്മശാനമാണ് നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 2 ഘട്ടങ്ങളിലായി 80 ലക്ഷം രൂപ മുടക്കിയതാണ്. കേരളത്തിലെ ഏറ്റവും ഫലപ്രദമായ ചോറ്റാനിക്കര മോഡൽ ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിക്കാനാണ് തുടക്കം കുറിച്ചത്. എന്നാൽ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങുകയായിരുന്നു. പ്രതിഷേധം ശക്തമായപ്പോൾ നിർമ്മാണ ചുമതലയുള്ള കോസ്റ്റ് ഫോർഡും നെടുങ്കണ്ടം പഞ്ചായത്തും നടത്തിയ ചർച്ചയിൽ ചിമ്മിനിയുടെ അടിത്തറയും ചിമ്മിനിയും മാത്രമാണ് നിർമ്മിക്കാനുള്ളതെന്നും അത് 3 ദിവസത്തിനകം പൂർത്തിയാക്കി ഒക്ടോബർ 15-ന് ഉദ്ഘാടനം നിർവഹിക്കുമെന്നായിരുന്നു പഞ്ചായത്ത് പ്രഖ്യാപിച്ചത്. 2 മാസം കൊണ്ട് ആധുനിക ശ്മശാനം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞായിരുന്നു 2022-ൽ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. 55 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. 2008-2010 കാലഘട്ടത്തിൽ M സുകുമാരൻ പ്രസിഡന്റായിരിക്കെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ മുടക്കി നെടുങ്കണ്ടത്ത് പൊതുശ്മശാനം നിർമ്മിച്ചിരുന്നു. മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്നതിനായി വാതകം ഉപയോഗിക്കുന്ന ഗ്യാസ് ക്രിമിറ്റോറിയമാണ് നിർമ്മിച്ചത്. 2010-ൽ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഒരു ജഡം ദഹിപ്പിച്ച് അതോടെ ക്രിമിറ്റോറിയം ഉപേക്ഷിക്കുകയായിരുന്നു. 2015-ൽ വന്ന ഭരണസമിതി തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് 2020-ൽ വന്ന ഭരണസമിതി 2022-ൽ പഴയത് പൊളിച്ചു കളഞ്ഞ് പുതിയത് നിർമ്മിക്കുകയായിരുന്നു. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാറായിട്ടും ഗ്യാസ് ശ്മശാനം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. കൊടിയത്തൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. റവന്യൂ മന്ത്രി K രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലയിലെ ടൗണുകളുടെ വികസനത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കരിമ്പൻ ചപ്പാത്ത് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസ് കരിമണ്ണൂരിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളി PJ ജോസഫ് MLAക്ക് നിവേദനം നൽകി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കാരിക്കോട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.